ഹായ് മുത്തുമണീസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു വെള്ളിയാഴ്ച ദിവസമാണ്. ഞങ്ങളുടെ വീട്ടിലെല്ലാവരും ഉണ്ട്. മക്കളെല്ലാം പള്ളിയിൽ പോകാനായിട്ട് റെഡിയായി കൊണ്ടിരിക്കുകയാണ്. വാപ്പ ഇപ്പം കടയൊക്കെ അടച്ച് ഇപ്പം കുളിക്കാനായിട്ടൊക്കെ പോയി. അവരിപ്പോൾ എല്ലാവരും കൂടെ പള്ളിയിലോട്ട് പോവും. അപ്പം ഞങ്ങൾക്കിന്ന് വെള്ളിയാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു ചിക്കൻ ബിരിയാണി വയ്ക്കാനുള്ള പ്ലാനിങ്ങിലാണ്. അങ്ങനെ എല്ലാവരും നല്ല സന്തോഷത്തിൽ അടിച്ച് പൊളിച്ച് ഇവിടെ നിൽക്കുകയാണ്. പിള്ളേർക്കൊക്കെ വെക്കേഷൻ സമയമായതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നല്ലൊരു സന്തോഷമുള്ളൊരു അന്തരീക്ഷമാണ്. പിള്ളേരെല്ലാം നല്ല രീതിയിൽ കളിച്ചും ചിരിച്ചും പള്ളിയിൽ പോകാനുള്ളൊരു ഒരുങ്ങിയും ഒക്കെ കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവരും കാണണം. ഇന്ന് രാവിലെ മുതലേ ഇവിടെ നല്ല മഴയാണ്, ചാറ്റ മഴ. എനിക്ക് മഴ നല്ല ഉറക്കെ പെയ്യുന്നുമില്ല, ആ രീതിയിൽ നല്ല ഒരു അന്തരീക്ഷമായിട്ട് നിൽക്കുകയാണ്. രാവിലെ കുരങ്ങന്മാരൊക്കെ വന്ന് കണ്ട് ഈ റംബൂട്ടാനിലുള്ള കാകളും ഇലകളും എല്ലാം ചവിട്ടി തൊഴിച്ച് മുറ്റം മൊത്തം നാശമാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ബിരിയാണിക്ക് വേണ്ടിയുള്ള ചിക്കനെല്ലാം ഞങ്ങൾ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ബാക്കി എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കറി വയ്ക്കാനുള്ള ചിക്കൻ ആദ്യമേ മസാലയൊക്കെ പുരട്ടി വെച്ചിരുന്നിട്ട് ഫ്രൈ ചെയ്ത് കറി വയ്ക്കുക എന്നുള്ള രീതിയിലാണ് വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ ആദ്യം തന്നെ ചിക്കൻ കഴുകി പാത്രത്തിലോട്ടിട്ട് മുളക് പൊടി, ആവശ്യത്തിന് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ പെരുംജീരകപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് കോൺഫ്ലോർ, പിന്നെ ഇനിയുള്ളതെന്ന് വെച്ചാൽ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. അപ്പോൾ ഇതെല്ലാം കൂടെ, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, ഇതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഇതെല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കുറച്ച് സമയം മാറ്റി വയ്ക്കും. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണ് ചിക്കൻ ബിരിയാണി വയ്ക്കണത് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളുടെ രീതിയിൽ ഇങ്ങനെയൊക്കെ നമ്മൾ പല മോഡലിൽ വയ്ക്കും. ഇന്നിപ്പോൾ ഈ മോഡലിൽ വയ്ക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമ്മളെ പൂച്ചക്കുട്ട ഇവിടെ നമ്മളോടൊപ്പം ഉണ്ടെന്നും അവർക്ക് പറ്റിയത് എന്തെങ്കിലും ഉണ്ടോ എന്നാണ് അവർ തിരഞ്ഞു നോക്കുന്നത്. അപ്പോഴും നമ്മുടെ ചിക്കനെല്ലാം നല്ല റെഡി ആയിട്ടുണ്ട്. പുരട്ടി ഫ്രിഡ്ജിൽ കുറച്ച് സമയം നമ്മൾ റെസ്റ്റ് വെച്ചിരുന്നു. ഇപ്പം എന്താ പുറത്തെടുത്തിട്ടുണ്ട്. ചട്ടിയൊക്കെ ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. അപ്പോഴേ എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടുന്നു. ഈ കറിവേപ്പില ഇടുന്നതെന്ന് വെച്ചാൽ ഈ ചട്ടിയിൽ ഈ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ ഇടുമ്പോൾ അത് അടിയിൽ പിടിക്കാതിരിക്കാനാണ് കറിവേപ്പില മുന്നേ കൂട്ടി ഇടുന്നത്. ഇവർ രണ്ടുപേരും ഭയങ്കര കൂട്ടായ നല്ല കളിയിലാണ്. അപ്പോൾ കറിവേപ്പിലേക്ക് ഇട്ട് നല്ലോണം പൊട്ടിത്തെറിക്കുന്നുണ്ട്. എന്നാൽ അതിലേക്ക് ചിക്കൻ ഇടുന്നു. അപ്പോൾ ഈ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് നമ്മൾ ദം ബിരിയാണിയാണ് കേട്ടോ വയ്ക്കുന്നത്. ഫ്രൈഡേ സ്പെഷ്യലാണ്.
പൂച്ച ഇരുന്നോട്ടെ കേട്ടോ, എന്ത് ചെയ്താലും അതിനൊരു കൂസലുമില്ലാതെ ഇരുന്നോളൂ. ഞങ്ങളെ ചിക്കനൊക്കെ നല്ല രീതിയിൽ തിളച്ച് എണ്ണയിൽ കിടന്ന് തിളച്ച് വരുന്നുണ്ട്. അങ്ങനെ ആശാട്ടി ഇതാ ഞങ്ങൾക്ക് എല്ലാം ബിരിയാണിക്ക് വേണ്ട സാധനങ്ങളെല്ലാം കടയിൽ നിന്ന് പോയി എടുത്തുകൊണ്ട് വരികയാണ്. ഞങ്ങൾക്ക് ഇവിടെ ഒരു കട ഉണ്ട് കേട്ടോ, പാപ്പാക്ക് വീട്ടിൻ്റെ ഫ്രണ്ടിലായിട്ട് രണ്ട് മുറി കട ഉണ്ട്. പല ഇങ്ങനെ സാധനങ്ങളൊക്കെ ആയിട്ട് ഒരു കട ഉണ്ട്. അപ്പോൾ ആശാട്ടി അവിടെ പോയി സ്വന്തമായിട്ട് പോയി സാധനം ബിരിയാണിക്കെന്നും പറഞ്ഞ് എല്ലാ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ആ കൂട്ടത്തിൽ അവർക്കൊരു ഡയറി മിൽക്കും എടുത്തുകൊണ്ട് വന്നിട്ട് ആശാട്ടി തന്നെ മുന്തിരിയൊക്കെ വായിലിട്ട് കഴിക്കുകയും. അപ്പോൾ നമ്മൾ ബിരിയാണിക്ക് വേണ്ടിയുള്ള ചട്ടി, ഉള്ളി വറുക്കാൻ വേണ്ടിയുള്ള ചട്ടി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് നെയ്യ്, കുറച്ച് വെളിച്ചെണ്ണ ഇതെല്ലാം ഒഴിച്ചിട്ടാണ് ഇതിലാണ് ഞങ്ങൾ സവാള പൊരിച്ചെടുക്കണം. അപ്പോൾ ഈ നെയ്യിലേക്ക് ഒരു ഫ്ലേവർ ഉള്ളതുകൊണ്ട് നല്ലൊരു ടേസ്റ്റായിരിക്കും. സവാള എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട്. അതുപോലെ ഇപ്പുറത്തെ അടുപ്പിൽ ചിക്കൻ ഇങ്ങനെ തിള വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്, എണ്ണയിൽ കിടക്കുകയാണ്. ഈ സവാളയുടെ കൂട്ടത്തിൽ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നമ്മൾ മൂപ്പിച്ചിങ്ങെടുക്കും. ഞങ്ങളെ രീതിയിലുള്ളൊരു ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. ഞങ്ങൾ ഫ്രൈ ചെയ്യാൻ വെച്ചിരുന്ന ചിക്കൻ ഇവിടെ ഹാഫ് ഫ്രൈ ആയിട്ടുണ്ട്. ഈ ചിക്കൻ ദം ബിരിയാണിക്ക് ആദ്യം ഞങ്ങൾ ഇതിന് ഒരു മസാലയൊക്കെ ഉണ്ടാക്കി ആ കൂട്ടത്തിൽ ഈ ചിക്കനും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കും. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് വേവും. അതുകൊണ്ട് ഹാഫ് ഫ്രൈ ആയിട്ട് കോരിയാൽ മതി. അങ്ങനെ ആശാട്ടിലോ അവിടെ മുന്തിരിയൊക്കെ തിന്ന് വിശാലായിട്ട്. ഇതാണ് ആള് പോയി ഈ ബിരിയാണിക്ക് വേണ്ടിയുള്ള സാധനം എടുത്തുകൊണ്ട് വന്നിട്ട് സ്വന്തമായിട്ട് ആ മുറത്തോ